എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള മാക്രോണി റെസിപ്പിയാണ്. ഈ മാക്രോണി സാധാരണ നമ്മുടെ അടുത്തൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടിയ മാക്രോണിയാണ്. ഇത് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് ഗൾഫിൽ നിന്ന് വന്നപ്പം അമ്മയ്ക്ക് കൊടുത്തതാണ്. അപ്പം ഇത് വീറ്റ് വെച്ചിട്ടുള്ളതാണ്, ഗോതമ്പിൻ്റെയാണ്. അപ്പം ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കുട്ടികൾക്ക് മാക്രോണി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആദ്യം തന്നെ അത് കുറച്ച് വെള്ളത്തിൽ ഒരിച്ചിരി ഉപ്പും അതേപോലെ തന്നെ ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് വേകാനായിട്ട് വെച്ചു. അപ്പോൾ അത് വേകാനായിട്ട് ഒരു 6-7 മിനിറ്റ് എടുക്കും. അത് വേകുമ്പോഴത്തേനും ആ ഹാർഡ്നെസ്സൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു 6-7 മിനിറ്റ് അത് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേനും ഞാൻ വെജിറ്റബിൾസും മസാലയൊക്കെ എടുത്ത് വെച്ചു. അപ്പം വെന്ത ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഞാൻ നമ്മൾ കഞ്ഞിയൊക്കെ ഊറ്റിയ പോലെ ഒന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഞാൻ മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ബട്ടറോ ഒലീവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. അപ്പം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും ആദ്യം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു കുത്തലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് നമുക്കെല്ലാം ആഡ് ചെയ്യാം. ഏത് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ബീൻസും ക്യാബേജും ഒക്കെ കൂടി വേണം ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ക്യാപ്സിക്കം അതേപോലെ തക്കാളി, ക്യാരറ്റ്, സബോള ഇതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇനി അതൊന്നും വഴണ്ട് വന്നപ്പോൾ നമുക്കതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി, എരിവിന് മാത്രം കുറച്ച് മുളക് പൊടി. കാരണം നമ്മൾ ഇതിൽ ടൊമാറ്റോ സോസും അതേപോലെ പച്ചമുളകും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എരിവിന് മാത്രം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല, ഒരിച്ചിരി കുരുമുളക് പൊടി. അതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേനും ഇതിലോട്ട് കുറച്ച് നമ്മുടെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി അല്ല, ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം. എല്ലാം ഇച്ചിരിച്ച മതി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് ഒത്തിരി നേരമായിട്ട് ഇളക്കുകയൊന്നും വേണ്ട. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും മസാല ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് വേവിക്കുന്ന കൂട്ടത്തിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് ബാലൻസ്ഡ് ആയിരിക്കും. വേറെ അഡീഷണൽ ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാക്രോണിയുടെ റെസിപ്പി വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ.